ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗംഗ വെറുമൊരു നദിയല്ല, അതൊരു ഹൃദയമിടിപ്പാണ്. അപ്പം നമുക്ക് ഈ ജീവനാഡിയുടെ ഉത്ഭവം മുതൽ അതിൻ്റെ യാത്രയുടെ അവസാനം വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് ഇതൊരു രാജ്യത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലയാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗംഗയുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കിതൊരു പുതിയ രീതിയിൽ ചിന്തിച്ചാലോ? ഒരു ഭീമാകാരമായ ബയോളജിക്കൽ അസംബ്ലി ലൈനായിട്ട് ഇതിനെ കാണുക. അതായത് കോടിക്കണക്കിന് ജീവനുകൾ നിലനിർത്തുന്ന, ഒരു രാജ്യത്തിന് മുഴുവൻ ഊർജം പകരുന്ന ഒരു വലിയ സംവിധാനം. അപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാഡിയാക്കി ഇതിനെ മാറ്റുന്ന ആ അസംബ്ലി ലൈൻ്റെ ഉൽപ്പന്നമെന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. ഏതൊരു വലിയ കഥയ്ക്കും ഒരു തുടക്കമുണ്ടല്ലോ. ഗംഗയുടെ കഥ ആരംഭിക്കുന്നത് മഞ്ഞും പാറകളും നിറഞ്ഞ ഹിമാലയൻ കൊടുമുടികളിലാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ യാത്രയും തുടങ്ങുന്നത്. ഗംഗയുടെ പിറവി ഒറ്റയടിക്കുള്ളൊരു സംഭവമല്ല, അതൊരു വലിയ കൂടിച്ചേരലാണ്. ഗംഗോത്രി ഹിമാനിയിൽ നിന്നൊരു ചെറിയ നീർച്ചാലായി തുടങ്ങി അത് ഭാഗീരഥി എന്ന വലിയ നദിയായി മാറുന്നു. പിന്നീട് ദേവപ്രയാഗ് എന്ന പുണ്യസ്ഥലത്ത് വെച്ച് അളകലന്ദ എന്ന മറ്റൊരു ശക്തമായ നദിയുമായി അത് ചേരുകയാണ്. ആ ഗംഭീരമായ സംഗമത്തിലാണ് ഗംഗ എന്ന പേരിൽ ഈ മഹാനദി ശരിക്കും ജനിക്കുന്നത്. ഗംഗയെ ഇത്രയധികം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നദിയാക്കുന്നത് എന്താണെന്നോ? അതൊരു വറ്റാത്ത നദിയാണ്. അതായത് വർഷം മുഴുവൻ അതിൽ ജലപ്രവാഹമുണ്ടാകും. ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്ന വെള്ളവും പിന്നെ നമ്മുടെ മൺസൂൺ മഴയും, ഈ രണ്ട് ശക്തമായ ഉറവിടങ്ങളാണ് ഗംഗയെ ഒരിക്കലും വറ്റാതെ നിലനിർത്തുന്നത്. ഈ നിലയ്ക്കാത്ത ഒഴുക്കാണ് താഴെയുള്ള സമതലങ്ങൾക്ക് അതൊരു ഉറപ്പുള്ള ജീവനാഡിയായി മാറാൻ കാരണം. ശരി, ഇനി പർവ്വതങ്ങളുടെ ആ ചെരിവുകളൊക്കെ വിട്ട് ഗംഗ അതിന്റെ വിശാലമായ യാത്ര തുടങ്ങുകയാണ്, ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ. ഇവിടെയാണ് ഈ നദി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും നമ്മുടെ നാളിന്റെ ഭൂപടത്തെയും രൂപപ്പെടുത്തുന്നത്. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗ സമതലങ്ങളിലേക്ക് കുതിച്ചെത്തുന്നത്. അവിടെ നിന്ന് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ തുടങ്ങിയ ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ അതിന്റെ യാത്ര അവസാനിപ്പിക്കുന്നു. ഇതൊരു സാധാരണ യാത്രയല്ല, ഉത്തരേന്ത്യയെ നിർവചിക്കുന്ന ഒരു ഇതിഹാസതുല്യമായ പ്രവാഹമാണിത്. ഈ യാത്രയുടെ വ്യാപ്തി നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. 2525 കിലോമീറ്റർ നീളം. ഇത് ഗംഗയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാക്കി മാറ്റുന്നു. എന്നാൽ ഗംഗ സ്വാധീനിക്കുന്ന പ്രദേശം നോക്കൂ. ഇന്ത്യയിൽ മാത്രം 8.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ അധികം വ്യാപിച്ചു കിടക്കുന്നൊരു നദീതടം. അതാണ് നമ്മുടെ ആ അസംബ്ലി ലൈൻ്റെ യഥാർത്ഥ വലുപ്പം. ഒരു അസംബ്ലി ലൈനിന് ഊർജം പകരാൻ ഫീഡർ ലൈനുകൾ വേണമല്ലോ. ഗംഗയുടെ കാര്യത്തിൽ ആ ജോലി ചെയ്യുന്നത് അതിന്റെ എണ്ണമറ്റ പോഷകനദികളാണ്. യമുന, സോൺ പോലുള്ള നദികൾ വലതുവശത്തുനിന്നും രാംഗംഗ, ഘാഘര, കോസി തുടങ്ങിയവ ഇടതുവശത്തുനിന്നും ഗംഗയിലേക്ക് ഒഴുകിയെത്തി അതിന്റെ ശക്തി കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാ പോഷക നദികളും ജീവൻ മാത്രമല്ല കൊണ്ടുവരുന്നത്. കോസി നദിയുടെ കാര്യം തന്നെ എടുക്കാം. ഹിമാലയത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന കോസി വൻതോതിൽ എക്കൽ മണ്ണ് കൊണ്ടുവരുന്നതുകൊണ്ട് അടിക്കടി അതിന്റെ ഗതി മാറാറുണ്ട്. ഇത് ബീഹാറിൽ വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോസിക്ക് ബീഹാറിന്റെ ദുഃഖം എന്ന പേര് വന്നത്. അപ്പോൾ ഇത്രയും വലിയ ഈ അസംബ്ലി ലൈനിന്റെ അന്തിമ ഫലം എന്താണ്? സത്യം പറഞ്ഞാൽ അതൊരു വിരോധാഭാസമാണ്. ഒരേ സമയം ഒരു മഹത്തായ വരദാനവും ഒപ്പം ഒരു വലിയ ശാപവും. ആദ്യം നമുക്ക് വരദാനത്തെക്കുറിച്ച് സംസാരിക്കാം. ഗംഗ അതിന്റെ യാത്രയിൽ നിക്ഷേപിക്കുന്ന ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിഭാഗത്തിന്റെ ഏകദേശം 40% വരും. ഒന്നാലോചിച്ചു നോക്കൂ. ഈ വളക്കൂറുള്ള മണ്ണിന്റെ ഫലം എന്താണെന്നറിയാമോ? ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നിനെ അത് നിലനിർത്തുന്നു. കൃഷിയിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകുന്നു. അപ്പോൾ ഇതാണ് ഗംഗയുടെ 2 മുഖങ്ങൾ. ഒരു വശത്ത് ഒരു രാജ്യത്തെ മുഴുവനൂട്ടുന്ന ജീവദായകമായ എക്കൽ മണ്ണ്, മറുവശത്ത് വിനാശകാരിയായ വെള്ളപ്പൊക്കങ്ങളും അതിനേക്കാൾ ഭീകരമായ ആധുനിക ശാപവും. നമ്മുടെ നഗരങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന മാലിന്യം ഈ പുഴയുടെ ശ്വാസം മുട്ടിക്കുന്നു. ഇത് നമ്മെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ വെല്ലുവിളിയിലേക്കെത്തിക്കുന്നു. ഈ പുണ്യനദിയെ നമ്മളിൽ നിന്ന് തന്നെ എങ്ങനെ രക്ഷിക്കും? ഈ ദിശയിലുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് 2014 ആരംഭിച്ച നമാമി ഗംഗെ പദ്ധതി. നദി ശുചീകരിക്കുക, മലിനീകരണം തടയുക, അതിന്റെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുക, അങ്ങനെ നദിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയുള്ള ഒരു ദൗത്യമാണിത്. ഇത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ചോദ്യമാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. രാജ്യം സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പുണ്യമായ നദിയുടെ ആരോഗ്യം ബലികഴിക്കേണ്ടി വരുമോ? പുരോഗതിക്കും സംരക്ഷണത്തിനും ഒരുമിച്ചൊഴുകാൻ സാധിക്കുമോ? ആ ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് മുന്നിലുള്ളത്.